കുംഭമേളയ്ക്കിടെ തിക്കും തിരക്കും നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കും സുരക്ഷയ്ക്കും അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി. ഭാര്യയടക്കം 3 പേരെ കൊല്ലാൻ പദ്ധതിയിട്ടെന്ന് നെന്മാറയിലെ കൊലയാളി ചെന്താമര. മകളെയും മരുമകനെയും ലക്ഷ്യമിട്ടു. സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത് അബദ്ധത്തിൽ. പോലീസിനെതിരെ ചെന്താമരയുടെ വധഭീഷണി നേരിട്ട പുഷ്പ. അത് വീട്ടിൽ വന്ന് 2.5 മാസത്തിനിടയിൽ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടും ഇവര് നിയമം കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവർ വിടില്ല എന്ന് ഞങ്ങൾ എന്ത് കണ്ടു പറയും? ജന്മശിക്ഷ കൊടുക്കുകയാണെങ്കിൽ മതി, അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് വിട്ടുതരാം, ഞങ്ങൾ നോക്കിക്കോളാം. ചെന്താമരയെ വൈകിട്ട് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും. പോലീസിന്റെ വാർത്താ സമ്മേളനം 11 മണിക്ക്. ആകാശത്ത് അഭിമാനം കുതിച്ചുയർന്നു. ISROയുടെ NVS-02 ഉപഗ്രഹ വിക്ഷേപണം വിജയം. 20ാം മിനിറ്റിൽ ഭ്രമണപഥത്തിൽ എത്തിച്ചു GSLV F-15. The first launch of this year 2025 has been successfully accomplished with GSLV F-15 launch vehicle precisely injecting the navigation satellite NVS-02 in the required intended orbit. ശ്രീഹരിക്കോട്ടയിലെ 100ാമത് വിക്ഷേപണം. ഭ്രമണപഥത്തിലെത്തിയത് ഇന്ത്യയുടെ നാവിക് ശൃംഖലയ്ക്ക് കരുത്തു പകരുന്ന ഉപഗ്രഹം. കഠിനംകുളത്ത് ആതിരയെ കൊന്ന ജോൺസൺ ഔസേപ്പ് സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. അടിപിടി മോഷണ കേസുകളിലെ സ്ഥിരം പ്രതി. ആതിര ജോൺസണുമായി അടുത്തത് ക്രിമിനൽ പശ്ചാത്തലം അറിയാതെ. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ആതിരയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. ബ്രൂവറി വിവാദത്തിൽ CPM പെട്ടു. ഇടഞ്ഞ സഖ്യകക്ഷികൾ. CPയുടെ എതിർപ്പ് പരസ്യമാക്കി ജനയുഗത്തിൽ ലേഖനം. ബ്രൂവറി എതിർക്കാത്ത മന്ത്രി കൃഷ്ണൻകുട്ടിക്കെതിരെ JDS. മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യം മറ്റ് വകുപ്പുകളുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് എക്സൈസ് വകുപ്പ്. ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് VD സതീശൻ.